നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരു 4 ആൾ കൂടുമ്പോഴുള്ള പ്രധാന ചർച്ച ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭകഥകൾ ഒന്നുമല്ല, ശബരിമല വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു തിരുമനസിനെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത്, അദ്ദേഹം പണ്ട് ശബരിമലയിൽ ഈ കീഴ്ശാന്തിയായിട്ടൊക്കെ പോയൊരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കൈ കണ്ടില്ലേ, ഞാൻ അയ്യനെ പൂജിച്ച എൻ്റെ കൈയാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വളരെ ഒരു ഭക്തിയോട് കൂടിയാണ് പറഞ്ഞത്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, ആ അയ്യൻ്റെ മുതലാണ് ഇവന്മാർ അടിച്ചു മാറ്റിയിരിക്കുന്നത്, എത്ര ധൈര്യമുണ്ടെന്നൊക്കെ ചോദ്യമാണ്. സത്യത്തിൽ ഇപ്പോഴും തീരുന്നില്ലല്ലോ, ശബരിമലയുടെ വിഷയം ഇപ്പോഴും തീരുന്നില്ലല്ലോ. ഏറ്റവും പുതിയ അപ്ഡേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ പറയാൻ കഴിയും. ഡി മണിയിൽ വന്ന് നിൽക്കുകയാണ്. ഡി മണിയെ കുറേ ദിവസം കൊണ്ട് SIT ഇട്ട് വട്ട് കളിപ്പിക്കുകയാണ്. ഇല്ല, വരാല് പോലെയാണ് വഴുതി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പറയുന്നു, ഞാൻ ആ മണിയെ അല്ല, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ മറ്റേ തേന്മാവിൻ കൊമ്പത്തെ ഡയലോഗാണ്, താൻ ആരാണെന്ന് താൻ അറിയാമോ, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. ഇപ്പം ഡി മണി അങ്ങോട്ട് ചോദിക്കുകയാണ്, ഞാനല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറെയാണ്. പക്ഷേ അന്വേഷണ സംഘം വളരെയധികം വ്യക്തമാക്കിയിരിക്കുന്നു, ആ ആള് തന്നെയാണ് ഡി മണി എന്നുള്ളത്. MS മണിയാണെന്ന് പറയുന്നു, ദാമോദരൻ മണിയാണെന്ന് പറയും, ഇങ്ങനെ പല പേരുകൾ പറയുന്നുണ്ട്. അപ്പം മണി ഒരു കാലത്തും SITയുമായിട്ട് സഹകരിക്കാത്ത രീതിയിൽ നിൽക്കുമ്പോൾ വ്യവസായി ചില നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഓൾറെഡി നടത്തി കഴിഞ്ഞു. വ്യവസായിക്ക് ഈ പറയുന്ന ആൻറ്റിക് സാധനങ്ങൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഇഷ്ടമുള്ള ഒരു ബിസിനസ്സായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡി മണിയെ ചെന്ന് കാണുന്നത്. അങ്ങനെ ഡി മണിയുടെ വീട്ടിൽ, ദണ്ഡികളിലുള്ള വീട്ടിൽ പോവുകയും അവിടെ ഒരു ചാക്കിനകത്ത് കുറേ ആൻറ്റിക് പീസുകൾ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അന്നേരം ഡി മണി പറഞ്ഞു അത്രേ, ഇത് ശബരിമലയിൽ നിന്നുള്ള വസ്തുക്കളും ഇതിലുണ്ട്, ഇത് ആവശ്യമുണ്ടോ, ആൻറ്റിക് പീസുകളാണ്, പോറ്റിയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അത് അയാളുമായിട്ടുള്ള ഇടപാടിൽ എനിക്ക് കിട്ടിയതാണ് എന്നുള്ള തരത്തിൽ പറയുന്നു. പക്ഷേ എന്തുകൊണ്ടോ വ്യവസായിക്ക് താല്പര്യമുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പണം ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഇടയിൽ തർക്കമുള്ളതുകൊണ്ട് അത് വാങ്ങാൻ സാധിച്ചില്ല. പക്ഷെ അത് അദ്ദേഹം കണ്ടില്ല, എന്തൊക്കെയാണ് സാധനങ്ങൾ. കാരണം ചാക്കിൽ കെട്ടി നിറയ്ക്കുന്ന കുറേ വസ്തുക്കളുടെ ഇടയിൽ ഇരിക്കുന്നത് കണ്ടുകൊണ്ടും പറയാം, നിറയെ സാധനങ്ങൾ കണ്ടിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘം ഇത്തരത്തിലുള്ള നിരവധി വിഗ്രഹങ്ങളും പല ക്ഷേത്രങ്ങളിലോ പല കാര്യങ്ങളും ഡി മണിയിൽ നിന്നും കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാം, ഡി മണി ഒരു ചെറിയ ആളല്ല, എന്നാൽ വരാല് പോലെ ഇങ്ങനെ വഴുതി പോവുകയാണ്. പക്ഷേ കൃത്യമായിട്ടും പല ക്ഷേത്രങ്ങളുമായിട്ട് പല ആൻറ്റിക് പീസുകളും എടുത്തുള്ള കച്ചവടം ഡി മണി ചെയ്യുന്നു എന്നുള്ളത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. വ്യവസായി ആ രീതിയിൽ തന്നെ നിൽക്കുന്നു. ആ കച്ചവടം അന്ന് നടന്നില്ല. പക്ഷെ അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നടന്നത്, പോറ്റിയെ പറ്റി അന്ന് ഡി മണി സംസാരിച്ചതായിട്ടും അങ്ങനെയാണ് ഈ പറയുന്നത് പോലെ ദണ്ഡികളിൽ ഇപ്പം വീണ്ടും SIT അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. നാളെയാണ് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യാൻ വരാനായി പറഞ്ഞിരിക്കുന്നത്. അതെ. ഇപ്പൊ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഡി മണിക്ക് ബന്ധമുണ്ട്, ഇത്തരത്തിലുള്ള കച്ചവടം നടന്നിട്ടുണ്ട്. വ്യവസായി രമേശ് ചെന്നിത്തലയോട് പറഞ്ഞത് ഒരു ചെറിയ സംഗതിയല്ല, വലിയ സംഗതിയിലേക്കാണ് പോകുന്നത്. നമ്മൾ വിചാരിച്ചു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വോട്ട് ചെയ്ത് കുത്തുമല്ലോ, അപ്പൊ അതൊരു കുത്തലാണ്. രമേശ് ചെന്നിത്തല അങ്ങനെ വലിയ രീതിയിൽ VD സതീശൻ മറ്റേ അണുബോംബ് പൊട്ടിക്കുക എന്നുള്ള രീതിയിലുള്ള ബോംബൊന്നും അല്ല. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഒരു വ്യവസായി ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയ വഴി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇതുണ്ട്, ഞങ്ങൾ SITക്ക് ഇത് കൊടുക്കും. പക്ഷെ അത് ആരും ആദ്യമൊന്നും നമ്മൾ പോലും വലിയ ചർച്ചയ്ക്ക് എടുത്തില്ല. പിന്നീട് ഈ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തലയെ വിളിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ SIT നടത്തുന്നു, തെരഞ്ഞെടുപ്പ് വരുന്നു, എന്നിട്ട് ചെന്നിത്തലയെ വിളിപ്പിക്കുന്നില്ല. അതിനുശേഷമാണ് ചെന്നിത്തലയെ ചോദ്യം ചെയ്യാൻ വിളി. അവിടെയാണ് മാധ്യമങ്ങൾക്കടക്കം സംശയമുണ്ടായത്, എന്തുകൊണ്ട് വിളിപ്പിക്കുന്നില്ല. മാത്രമല്ല SIT വാസുവിലും പത്മകുമാറിലും അങ്ങ് നിർത്തിയിരിക്കുകയാണ്. പത്മകുമാറിലേക്കും വാസുവിലേക്കും തള്ളിവിടുന്ന കേസായിട്ട് മാറി. കാരണം അവരിലേക്ക് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അവരാണ് ഇതിൻ്റെ എന്തോ വലിയ തെറ്റുകാരെന്നുള്ള രീതിയിൽ അവരിൽ തന്നെ നിക്ഷിപ്തമാകുന്ന തരത്തിലാണ് ഈ കേസ് പോകുന്നത്. പക്ഷേ ഹൈക്കോടതിയാണ് അവിടെ വെറുതെ വിടാഞ്ഞത്. വാസു പറഞ്ഞത് ഇത് ചെമ്പാണ്, എനിക്ക് ചെമ്പാണ് കിട്ടിയത്, ഇതിൻ്റെ തെളിവുണ്ടോ എന്ന് വാസുവിൻ്റെ അഡ്വക്കേറ്റ് ഹൈക്കോടതിയുടെ മുന്നിൽ പറഞ്ഞപ്പോൾ ഹൈക്കോടതി SITയോടും സർക്കാരിനോടും ചോദിച്ച കാര്യമാണ് തെളിവ് എവിടെയെന്ന്. അവിടെ ചൂഴ്ന്നു പോകുന്ന SITയുടെ മുഖം സർക്കാരിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. കാരണം 98-ൽ വിജയമല്യ കൊടുത്ത സ്വർണത്തിന് യാതൊരു തെളിവും മഹസറിലോ അല്ലെങ്കിൽ രജിസ്റ്ററിലോ ഒന്നും തന്നെയില്ല. അത് നമുക്കറിയാം, ഇടയ്ക്ക് കുറച്ച് നാളുകളായിട്ട് SIT ചോദിച്ച രജിസ്റ്ററോ അല്ലെങ്കിൽ മഹസറോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ആ ഇടകാലത്ത് നല്ല അട്ടിമറി അവിടെ നടന്നിട്ടുണ്ട്, പല പേജുകളും ഇല്ലാണ്ടായിട്ടുണ്ടായി. പക്ഷേ ഹൈക്കോടതി മിണ്ടാതിരുന്നു. ഹൈക്കോടതി പറഞ്ഞ ആദ്യം തെളിവുകളല്ലേ വേണ്ടുന്നത്, തെളിവില്ലെങ്കിൽ വാസു പറയുന്നത് കൃത്യമായിട്ട് വരും, അദ്ദേഹത്തിനെ വെറുതെ വിടും. ഒരു പക്ഷേ ഇതിൻ്റെ ഉന്നത നിലവാരത്തിലുള്ള ഉന്നതർ ഇതിൻ്റെ പുറകെയുള്ള പിന്നാമ്പുറത്തുള്ള പല ആൾക്കാർ
ആൾക്കാരും വിചാരിച്ചു ഇതോടെ തീർന്ന് ആശ്വസിച്ചു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞാൽ അങ്ങനെ ആശ്വസിക്കേണ്ട, നിങ്ങളുടെ കയ്യിലില്ലായിരിക്കും, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. കാരണം അന്ന് വിജയമല്ലി കൊടുത്തപ്പോൾ വിജിലൻസ് അന്ന് ഹൈക്കോടതി അറിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശബരിമല വിഷയം. വിജിലൻസ് ഇത്തരത്തിലുള്ള ഇങ്ങനെ സ്വർണം കിട്ടിയിട്ടുണ്ട്, എന്ത് ചെയ്യണം, പൂശാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത് എന്നുള്ള കോടതിയുടെ നിർദ്ദേശത്തിന് വിട്ടു. കോടതി ചോദിച്ചു എത്ര സ്വർണം, അപ്പം കൃത്യമായിട്ട് എഴുതി കൊടുത്തു. ആ തെളിവുകൾ ഹൈക്കോടതിയിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഈ പറയുന്നോണെ എത്ര കള്ളത്തരങ്ങൾ ഒളിച്ചു വെച്ചാലും കീറിക്കളഞ്ഞാലും അത് പൊന്തി തന്നെ വരും. ഹൈക്കോടതി വീണ്ടും പറഞ്ഞു മര്യാദയ്ക്ക് പോയി അന്വേഷണം ചെയ്തോ, മര്യാദയ്ക്ക് ബാക്കിയുള്ള ഈ പറയുന്ന മറ്റുള്ള വമ്പന്മാരെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നുള്ള തരത്തിൽ SIT വീണ്ടും അടിച്ചു ഓടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. SITക്ക് നല്ലൊരു പ്രശ്നമുണ്ട്. കാരണം അത് സ്വാഭാവികമായിട്ട് അത് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. ആ ഒരു പ്രഷറാണ് നമ്മൾ ഇടിച്ചു നിന്നതുപോലെ ആ ഒരു അന്വേഷണം അവിടെ പാതി വഴിയിൽ നിർത്തിയത് നമ്മൾ കണ്ടു. പക്ഷേ ഹൈക്കോടതി എന്താണെന്ന് അറിഞ്ഞൂടാ, ശബരിമല അയ്യപ്പൻ്റെ വല്ലാത്തൊരു സാന്നിധ്യം കോടതിയുടെ മേലുണ്ടെന്ന് തോന്നുന്നു. എവിടെ നിർത്തുന്നോ അവിടുന്ന് തുടങ്ങാൻ അടിച്ചടിച്ചടിച്ച് വിടുകയാണ് കോടതി. അപ്പോൾ അടിച്ചോടിച്ചെടുത്താണ് പിന്നീട് നമ്മൾ കണ്ടത് ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO അടക്കം പിടിക്കുന്ന രംഗം കണ്ടത്. പക്ഷേ അവിടെ കൊണ്ട് നിന്നില്ല. രമേശ് ചെന്നിത്തലയുടെ മൊഴി ഒരു അപാര മൊഴിയായിപ്പോയി. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റുമായിട്ടാണ് ചെന്നിത്തലയുടെ ആ വ്യവസായി വന്നത്. വ്യവസായി പറഞ്ഞു 3 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. അപ്പോൾ തന്നെ മാധ്യമങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായി എന്തോ കാര്യമായിട്ട് ചില കാര്യങ്ങൾ SITക്ക് കിട്ടിയിട്ടുണ്ട്. ഉടനെ അന്വേഷണം എങ്ങോട്ടേക്ക് പോയി, ഈ പറയുന്ന ഡി മണിയിലേക്ക് പോയി. ഡി മണി പല രീതിയിലും അറിയില്ല, കണ്ടില്ല. പക്ഷെ ഓരോന്നും SIT വിടാതെ. ഡി മണിയെ കുറിച്ച് പറയുന്നത് ബെൻസ് വീട്ടിൽ കിടന്നിട്ട് സാധാരണ ഒരു സ്കൂട്ടറിലാണ് മാധ്യമങ്ങളുടെ മുന്നിലൂടെ ഓഫീസിലേക്ക് അന്ന് എത്തിയതെന്നാണ് പറയുന്നത്. അതെ, അത് മാത്രമല്ല ഡി മണി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള ചില ഞാനൊന്നും ഒരു പാവം പിടിച്ച വ്യവസായിയാണ്, ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ രീതിയിലേക്ക് എത്തിയത്, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, ഞാനൊരു സാധാരണ രീതിയിൽ നിന്നാണ് ഇങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്ത്, ഞാൻ പെട്ടെന്ന് വളർന്ന ഒരു വ്യക്തിയല്ല, പതുക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മാർഗ്ഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ രീതിയിലൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വലിയ സ്റ്റോറിയൊക്കെ വിവരിക്കുന്നുണ്ട്. പക്ഷേ SIT അതിലൊന്നും പെട്ടില്ല. കൃത്യമായിട്ട് അന്വേഷണത്തിലാണ്. ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പല ക്ഷേത്രങ്ങളിൽ നിന്നും, ഇനിയിപ്പോൾ ശബരിമല മാത്രമല്ല പല ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പല ആൻറ്റിക് പീസുകളും പല ഈ പറയുന്ന വിഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കാം ചരിത്രം വിളിച്ചോതുന്ന പല നമ്മുടെ സമ്പത്ത്, നമ്മുടെ എന്താ പറയുക സംസ്ഥാനത്തിൻ്റെ സമ്പത്തെല്ലാം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഇപ്പം പഞ്ചലോഹത്തിനായാലും സ്വർണത്തിനൊക്കെ ആണെങ്കിലും ഒരു മൂല്യമുണ്ടല്ലോ. പക്ഷേ ഇതിനപ്പുറം ഒരു മൂല്യമുണ്ട് ഇതിന്. അത് ഈ അന്താരാഷ്ട്ര വിപണിയിലൊക്കെ കോടികളുടെ മൂല്യമാണ് വരുന്നത്. അത് തീർച്ചയായിട്ടും ഇതിനകത്തുള്ള പലരും കൈകടത്തിയിട്ടുണ്ട്. ആരൊക്കെയാണെന്നുള്ളതാണ് ഇനി കണ്ടെത്തുന്ന ആ ഉന്നത വ്യക്തി. നമുക്ക് വേണ്ടുന്ന ഡി മണിയല്ല, മറ്റുള്ളവരല്ല. പക്ഷെ അയ്യൻ്റെ സ്വർണം അയ്യനെ ഇത്ര നാൾ വിറ്റുമുടിപ്പിച്ച ആ ഉന്നത വ്യക്തി. പോറ്റിയൊക്കെ രണ്ടാമതാണ്, ഇപ്പോൾ വാസുവൊക്കെ കൂട്ടി നിൽക്കുന്നെങ്കിലും. പക്ഷേ ഇതിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ചരടുവലിയുള്ള ഒരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ സർക്കാരാണോ അല്ലെങ്കിൽ മന്ത്രിമാരാണോ ആരാണ് എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഒന്നുകിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വായിൽ നിന്ന് വീണോ അല്ലെങ്കിൽ ഡി മണിയുടെ വായിൽ നിന്ന് വേണം. അതിനൊരു അശ്രാന്ത പരിശ്രമമാണ് ചെയ്യുന്നത്. ഒപ്പം കേന്ദ്രത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ പറയുന്ന ഇപ്പോൾ പ്രതിപക്ഷമടക്കം CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു. CBI അന്വേഷണം കൂടെ വന്നു കഴിഞ്ഞാൽ SITക്ക് പറ്റാത്തത് അവർ അന്വേഷിച്ച് കണ്ടെത്തുകയുള്ളൂ. അത് SITക്ക് നാണക്കേടായിരിക്കും. ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു പോക്കാണ് നടക്കുന്നത് ഒരു ഭാഗത്ത്. ഏതായാലും CBI അന്വേഷണമാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഇതിനകത്ത് ഞാൻ അറിഞ്ഞിടത്തോളം പത്മകുമാർ അടക്കം പലരെയും നിർത്തിക്കൊണ്ട് കാരണം പത്മകുമാർ എനിക്ക് തോന്നുന്നു 10 മാസം 1 വർഷത്തോളം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട അയാളോട് മാറിയിരിക്കാനൊക്കെ പറഞ്ഞതായിട്ട് ചില സൂചനകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ അടക്കം പലരും പെടുത്തിയതാണോ, ഇനി മറ്റാരെങ്കിലും ഇതിനകത്തുണ്ടോ, ചില ഉദ്യോഗസ്ഥരെ ഇതിനകത്ത് നമുക്കറിയാം ഭീഷണി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ആണോ എന്നുള്ളതും കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആരെയൊക്കെ പെടുത്തിയിട്ടുണ്ട്. കാരണം പത്മകുമാറിൽ വന്ന് നിന്നപ്പോഴേ നമുക്കറിയാം ചിലരെ ബലിയാടാക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ്, നമുക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന അന്വേഷണമാണ് പോകുന്നത്. എന്നാലും ഞാൻ ചിന്തിക്കുന്നത് ശ്രീജ ആ 18ാം പടി വരെ പോയല്ലോ എന്നുള്ളതാണ്. അതിൽ വരെ കൈകടത്തിയിട്ടുണ്ട്. ഇനി അതിൽ ശബരിമലയെ കൈകടത്താത്തതൊന്നുമില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ചിലത് ആലോചിക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. ഇത്രത്തോളം നമ്മൾ പല അഴിമതികളും പലതും നമുക്ക് വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ സ്വാഭാവികമായിട്ടും ഇടതും വലതും എല്ലാം ആര് ഭരിച്ചാലും ഉണ്ടായിരിക്കും. പക്ഷേ ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയിൽ കയറിയുന്നുണ്ട് അതിനകത്ത് ചെന്ന് കൈകടത്തുക എന്ന് പറയുന്ന വല്ലാത്തൊരു നമുക്കൊട്ടും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഹിന്ദു സമൂഹത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള തൃപ്താനുഭവം ഉണ്ടാവുക. ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിലോട്ടോ മുസ്ലിം ചർച്ചിലോട്ടോ ഒന്നും ആരെയും കയറ്റത്തില്ല. കയറ്റിയ അവർ കയ്യോ കാലോ ഒക്കെ വെട്ടും. പക്ഷേ ഈ ഒരു ഹിന്ദു എന്ന് പറയുന്ന ഒരു ഹിന്ദു രാജ്യമായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഒരു ഗവൺമെൻറ്റിൻ്റെ
അതിൻ്റെ ഒരു അധീനതയിൽ ക്ഷേത്രങ്ങൾ എപ്പോഴും കിടക്കുന്നത്. മാത്രമല്ല ചരിത്രം എപ്പോഴും ക്ഷേത്രങ്ങളിൽ ആണ് ഉള്ളത്. അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ സർക്കാരിൻ്റെയും അവരുടെ കാര്യമാണ്, ആ ഒരു ഭരണത്തിൻ്റെ അവകാശമാണ്. പക്ഷേ അത് പരിപാലിക്കുന്നവർ തന്നെ കട്ടെടുക്കുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കേരള സംസ്ഥാനത്ത് ശബരിമലയായാലും ഏത് ഗുരുവായൂരാണെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എന്തൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇനി എടുക്കുമ്പോൾ അറിയാം. അപ്പോൾ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളെ പരിപാലിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വസ്തുക്കളൊക്കെ ഇനി നാളെ ഒരു കാലത്ത് നമ്മുടെ തലമുറകൾ കഴിഞ്ഞാലും സൂക്ഷിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. ഇതൊക്കെ മോഷ്ടിക്കുക എന്ന് പറയുന്നത് പിന്നീട് നമ്മുടെ സംസ്ഥാനം എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇതൊക്കെ ശരിക്കും ഇനിയെങ്കിലും സേഫായിട്ട് അളന്ന്, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ നിലവറകളൊന്നും തുറന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൽ നിന്നും പലതും മോഷണം പോയേനെ. ഇതുപോലെ തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇനിയെങ്കിലും അളന്ന് തിട്ടപ്പെടുത്തി എവിടെയെങ്കിലും സൂക്ഷിക്കുന്നതായിരിക്കും. ഇതിനു വേണ്ടിയിട്ട് വല്ല മ്യൂസിയങ്ങളോ അല്ലെങ്കിൽ സൂക്ഷിക്കുന്നതൊക്കെ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അതാത് ക്ഷേത്രങ്ങളിൽ തന്നെ മ്യൂസിയം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ കാണാനെങ്കിലും ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. ഇതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. എന്തെല്ലാം സംഗതികളാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. എത്രയൊക്കെ നമുക്കറിയാം, കോഹിനൂർ രത്നമൊക്കെ ഇപ്പോഴും ബ്രിട്ടനിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഈ CPM-ൽ ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. അതായത് അവർക്ക് തന്നെ മനസ്സിലായി, കാരണം CPM-ന്റെ കുലം മുടിയുന്നത് ഈ നമ്മുടെ അയ്യപ്പൻ നേരിട്ട് ഇറങ്ങി വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതായിരിക്കാമെന്ന് അവർക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതിൽ CPM-നകത്ത് തന്നെ അമർഷം ശക്തമായി വരുന്നുണ്ട്. ഒപ്പം തന്നെ അവർ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരത്തിനെതിരെ ഒരു ജാഥ, അതായത് ജനജാഥ നടത്തണമെന്നാണ് അവർ പറയുന്നത്. അത് ജനുവരി 12-ാം തീയതി മുതൽ അത് ആരംഭിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇനി കിഴന്ന് പരിശ്രമിച്ചാലും എത്രയൊക്കെ പരിശ്രമിച്ചാലും വീണ്ടും ഇനി രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർത്തിക്കൊണ്ട് വരാൻ അവർ ശ്രമിച്ചാലും ഈ ശബരിമല വിഷയം അങ്ങനെ പെട്ടെന്ന് കെട്ടടയും എന്ന് തോന്നുന്നുണ്ടോ? അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കുക. തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം? ഇപ്പൊ രാഹുലിന്റെ പേര് കേൾക്കാനുണ്ട്. അതിജീവിതമാരുടെ കൂടെ നിൽക്കണം. അതിജീവിതമാരുടെ അപ്ഡേഷൻസ് എവിടെ എത്തി? അന്വേഷണം, മറ്റേ രണ്ടാമത്തെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ മൊഴിയെടുപ്പ് നടത്തി. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇടയ്ക്ക് ജാമ്യം കിട്ടി. ഈ പറയുന്നത് പോലെ അതൊന്നും മാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. രാഹുൽ എവിടെയെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ഒരു പോസ്റ്റ് മാത്രം ഇടുന്നത് ഞാൻ കണ്ടു. രാഹുലിന്റെ വിഷയം ഇപ്പൊ ആർക്കും വേണ്ട. രാഹുൽ പോസ്റ്റ് ഇട്ടിട്ട് പോലും ആർക്കും വേണ്ട. ഒരു രീതിയിലുള്ള ഇതുമില്ല. അപ്പൊ അതൊക്കെ കെട്ടടങ്ങി. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കളികളാണെന്ന് ഇനിയിപ്പം പെൺവിഷയം പിടിച്ചു നിർത്തിയ ഒരുപാട് ചീഞ്ഞ് നാർന്ന CPM ആണെന്നുള്ള ബോധ്യപ്പെട്ടു. ഈ അതിജീവിതമാരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്, സത്യം. കാരണം ആ പെൺകുട്ടികളോടൊപ്പം ഒരു പാർട്ടി നിന്നിട്ട് ഇപ്പം അവരെ കാലേ വാരി എറിയുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഇതിനിടയ്ക്ക് നമുക്കറിയാം നടിയുടെ ആക്രമിക്കപ്പെട്ട കേസും അത് വലിയ രീതിയിലൊക്കെ കൊണ്ടുവന്നു. പക്ഷെ മറ്റ് IFFK-യിൽ നിന്ന് നടന്നതിന് ഇതുവരെ ഒന്നും എന്ന് വെച്ചാൽ അവർ ഒരു രാഷ്ട്രീയ കളികൾ തന്നെ നടത്തിക്കൊണ്ടുവരിക. പക്ഷെ എന്ത് തന്നെയല്ല, ജനത്തിന് ബോധമുണ്ട്. പഴയ മലയാളികളല്ല ഇപ്പോഴെന്ന് പറയാൻ സോഷ്യൽ മീഡിയ അടക്കം അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അടക്കം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ. അവർക്ക് കൃത്യമായിട്ടുള്ള ബോധവും അറിവും ഉണ്ട്. അപ്പോൾ ഓരോ അപ്ഡേഷൻ ഉണ്ട്. മാത്രമല്ല ചാനലുകൾ ഒരുപക്ഷെ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ ചാനലുകൾ ഭയങ്കര പ്രശ്നമാണെങ്കിലും മറുഭാഗത്ത് നിന്ന് അപ്പോഴപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറയുന്നത് പോലെ ജനങ്ങൾക്കൊരു പൊതുബോധമുണ്ട്. ഈ ചാനൽ പറയുന്നതോ മറ്റൊന്നുമല്ല. അവർക്കറിയാം ഇതിൽ നിന്ന്, നമുക്കറിയാലോ ഒരു വിഷയം വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ വിഷയമൊക്കെ മാറ്റിവെച്ച് പക്ഷേ ഇപ്പോൾ ശബരിമല വിഷയം തന്നെയാണ്. അത് ഒരു തരത്തിലും കെട്ടടങ്ങാത്ത തരത്തിൽ ആളിക്കത്തിക്കുകയാണ് പ്രതിപക്ഷവും BJPക്ക് ഉൾപ്പെടെ മനസ്സിലായി ഈ വിഷയം ഒന്ന് ആളിക്കത്തിച്ചേ നടക്കത്തുള്ളൂ. കാരണം ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്കും UDF-നും നിർണായകമാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും UDF ജയിക്കില്ല, നമുക്കറിയാം. CPM-ന് ഇപ്പോഴും അടിത്തട്ടിൽ ചില വോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇളക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശബരിമല വിഷയം കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ. അതുപോലെ തന്നെ BJP തലസ്ഥാനത്തെ കളി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ശബരിമല വിഷയം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി കെട്ടടക്കാൻ SITക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. 4 മാസവും കൂടെ ഉള്ളൂ ഇവരുടെ ഭരണം. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇനി കൂടുതൽ ഇവരുടെ പ്രഷറിൽ നിൽക്കുമെന്ന് തോന്നില്ല. അവരുടെ പ്രഷറിൽ നിന്നാൽ ഹൈക്കോടതി ഇടയ്ക്കിടയ്ക്ക് ഒരു വടിയെടുത്ത് അടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും അധികം ഞാൻ എപ്പോഴും ഒരു നീതിന്യായ വ്യവസ്ഥ നമ്മളെപ്പോഴും ബഹുമാനിക്കണം. പക്ഷെ പല കേസുകളും വരുമ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പോയത്? എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനെയുള്ള, ഇപ്പം ലാവ്ലിൻ കേസായാലും മാസപ്പടിയൊക്കെ ആണെങ്കിലും കോടതി ഇങ്ങനെ നീട്ടി വെക്കുന്നുണ്ട്. നമുക്ക് ആ കോടതിയിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലാണ്. പക്ഷേ ഈ ഹൈക്കോടതി പലപ്പോഴും ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് എന്തെന്ന് വെച്ചാൽ നമുക്കത് പിടികിട്ടുന്നില്ല. പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ പലപ്പോഴും
ഹൈക്കോടതിയാണ് ഓരോന്ന് ക്ലൂകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇന്ന രീതി അന്വേഷിക്കുന്ന കോടതിയാണ് ഉദ്യോഗസ്ഥരോട് പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ നോക്കുന്നില്ല എന്ന് കോടതി പറയാണ്. എന്ന് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് കോടതി അടിച്ചു വിടുകയാണ്. അപ്പൊ അത്തരത്തിൽ ഹൈക്കോടതി വളരെ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള രീതിയിലാണ് ഹൈക്കോടതിയുടെ പോക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതങ്ങനെ മറിക്കാൻ പറ്റില്ല. CBI ഒരു അന്വേഷണം കൂടെ വന്നു കഴിഞ്ഞാൽ SITക്ക് പിടിച്ചു നിൽക്കാനും പറ്റില്ല. തീർച്ചയായിട്ടും. എന്തായാലും ആ ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ആൾക്കാരെ കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ 2 കിറ്റ് കൊടുത്താൽ അവർ മറക്കുമെന്ന് കരുതുകയാണെങ്കിൽ തെറ്റി അങ്ങനെ മറക്കില്ല. മണി പറഞ്ഞ പോലെയൊക്കെ തന്നെ ചിലപ്പോൾ അവർ പറച്ചിലല്ല, ചിലപ്പോൾ പ്രവർത്തിച്ച് തന്നെ കാണിച്ചെന്ന് വരാം.